ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പേര് തോമസ് കുട്ടിയല്ലേ? നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊന്ന് പറയാമോ? ലൊക്കേഷൻ വരുന്നത് മനക്കച്ചിറ ജംഗ്ഷൻ. ഓക്കെ. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ തോട്ടപ്പാലം ജംഗ്ഷൻ. ഇതിന്റെ രണ്ടിന്റെ നടുക്കായിട്ട് ഈ റോഡ് തന്നെ നമുക്ക് കാണാം. ഓപ്പോസിറ്റ് KSFയും കേരള ബാങ്കും ഒക്കെ ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഷോപ്പ്. അപ്പം ഇവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. അപ്പം ഇതിന്റെ ഓഫറും കാര്യങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് വീഡിയോ കണ്ടുവരുന്ന പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും അതുണ്ടാവും. നമുക്ക് കൂടുതൽ നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ എല്ലാ ടൈപ്പ് വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ സെഡാൻ മോഡൽസിനകത്ത് വരുമ്പോഴത്തേക്ക് കൊറോള വോൾട്ടിസ്, ഹോണ്ട സിറ്റി ടൈപ്പ് വണ്ടികളും എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാം നമ്മൾ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വണ്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ വണ്ടി സെയിൽ ആകുമ്പോഴേക്ക് നമ്മൾ ഫുള്ള് അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം അതായത് നമ്മൾ കസ്റ്റമർ പേരിലോട്ട് തന്നെ NOC എല്ലാം എടുത്ത് നാട്ടിൽ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്താണ്. മിനിമം ഒരു എമൗണ്ട് ആവില്ലല്ലേ? രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ കോസ്റ്റ് ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ തന്നെ അതിന്റെ വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ NOCക്ക് നേരത്തെ ഒരു 15 ദിവസമൊക്കെ വന്നുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ പുതിയൊരു നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു NOC ഇപ്പം നിലവിൽ ആവശ്യമില്ല എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട്. അതും കൂടെ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. നേരെ തന്നെ നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വണ്ടി ഫുൾ ചെക്കപ്പ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾ എടുക്കുന്നത്? വണ്ടികളെല്ലാം ഇൻസ്പെക്ഷൻ എല്ലാം ചെയ്ത് നമ്മൾ കൊടുക്കുന്ന വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ 1 ഇയർ വാറണ്ടി ഇട്ടിട്ടാണ് വണ്ടികൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വണ്ടിയെല്ലാം ഫുള്ള് ചെക്ക് ചെയ്യും. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കസ്റ്റമറോട് പറയും. എല്ലാം പറഞ്ഞാണ്. പിന്നെ വണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ഫുള്ള് പോളിഷിങ്ങും കാര്യങ്ങളും ഇന്റീരിയർ വർക്കും എല്ലാം ചെയ്തിട്ടാണ് ക്ലിയർ എല്ലാം ചെയ്തിട്ട് വണ്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. തുടങ്ങാം. ശരി. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെട്ട വണ്ടിയാണ്. നമുക്ക് കൂടുതലായിട്ട് ഇന്നോവ, ക്രിസ്റ്റകൾ, ഫോർച്യൂണർ ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അത് കസ്റ്റമർക്ക് റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ പുറത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും വണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ട്. അപ്പം ഇപ്പോൾ ഈ ഒരു വണ്ടി വരുവാണെങ്കിൽ ഇന്നോവ നോക്കുകയാണെങ്കിൽ ഇന്നോവ നമുക്ക് 2013 വണ്ടിയുണ്ട്. പിന്നെ 16 കിടപ്പുണ്ട്. V വേരിയന്റ് വണ്ടികൾ കിടപ്പുണ്ട്. ഇപ്പം 2-3 വണ്ടികൾ പുതിയത് വരാനുള്ള വണ്ടികളുണ്ട്. പിന്നെ ക്രിസ്റ്റയിലോട്ട് വരുമ്പോൾ ക്രിസ്റ്റ നമുക്കൊരു 4-5 വണ്ടി ക്രിസ്റ്റ കിടപ്പുണ്ട്. ഈ വണ്ടി ഇത് 2016 മോഡൽ ഓട്ടോമാറ്റിക് വേരിയന്റ് വണ്ടി വരുന്നത്. ഇത് നമുക്ക് 11.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാവുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് വൈറ്റ് ഓട്ടോമാറ്റിക് വരുന്നത് 2018 മോഡൽ വണ്ടി വരുന്നത്. ഇത് നമുക്കൊരു 12.5 രൂപയ്ക്ക് വണ്ടി കൊടുക്കാവുന്ന വണ്ടി. ഫുൾ NOC എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഇപ്പൊ പറഞ്ഞേക്കുന്നത് NOC പ്രൈസാണ് പറഞ്ഞേക്കുന്നത്. വണ്ടിക്ക് പറഞ്ഞേക്കുന്നത് NOC റേറ്റാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് തീർച്ചയായിട്ടും അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്തു തരാം. പിന്നെ ഫൈനൽ പ്രൈസ് എന്ന് പറയാമോ? ഫൈനലായിട്ടുള്ള പ്രൈസ് ഇത് നമുക്ക് കേരള രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1360 റേഞ്ചിനകത്തൊക്കെ വരും വണ്ടിയുടെ പ്രൈസ് വരുമ്പോൾ. അതുകൊണ്ട് ഇന്ത്യയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ചേട്ടാ ഇതിന്റെ ഇന്ത്യയിലൊക്കെ അടിപൊളിയാണല്ലോ. ഇത് ഇന്റീരിയർ നമ്മൾ വണ്ടി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നതാണ്. മറ്റേ ഇസട്ടിന് വരുന്ന ടൈപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. 7 സീറ്റാണ് വരുന്നത്. പിന്നെ ഇത് GX എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നത്. ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കമ്പനി വരുമ്പോൾ തന്നെയുള്ള ഇതെല്ലാം വരുന്നുണ്ട്. കാര്യം നമ്മൾ കൊടുക്കുന്ന വണ്ടിക്ക് നമുക്കൊരു ഓട്ടോമാറ്റിക് 2.8 ഓട്ടോമാറ്റിക് എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഉള്ളത് വേറെ ആക്സിഡന്റുകളും കാര്യങ്ങളും അങ്ങനെയുള്ള ഇതൊന്നും വന്നിട്ടില്ല. ഫുള്ള് കമ്പനി ഹിസ്റ്ററിയാണ് വണ്ടി വരുന്നത്. പിന്നെ വണ്ടി ഞാൻ പറയില്ല, നമ്മൾ വണ്ടി വണ്ടിക്ക് ടൊയോട്ടയുടെ വണ്ടിക്ക് നമ്മൾ പിന്നെ കിലോമീറ്റർ നോക്കത്തില്ല. നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഇതാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 18 മാനുവലാണ് വരുന്നത്. 18 10-ാം മാസം വണ്ടി മാനുവല്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വരുന്നത്. പിന്നെ ഇത് വേറെ ആക്സിഡന്റുകളും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഫ്രണ്ടിലത്തെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഷോറൂമിൽ തന്നെ വേറെ 1.36 കമ്പനി സർവീസ് വണ്ടിയാണ്. ഇതിപ്പോ ഞാൻ പറയും, ഇതിപ്പോ നമ്മൾ സെല്ലിംഗ് ആണെങ്കിൽ ഒരു 12.5 റേഞ്ചിലൊക്കെയാണ് സെല്ലിങ്. നമുക്കൊരു 12-15 ആയിട്ട് ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വണ്ടി വന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൂടെ നമുക്ക് വ്യത്യാസത്തിലൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അടുത്ത വണ്ടി എല്ലാവരുടെയും ഹരമായിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണിത്. ഇത് ആയിരുന്നു. ഇവിടെ രജിസ്ട്രേഷനിലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കാണ്. ഇത് അവിടെ ഇവിടെ ഓണർ സെയിം തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഉള്ളത് ഇത് 1,39,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ്. 139 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് തന്നെയാണ് വണ്ടി ഇപ്പോഴേ നിൽക്കുന്നത്. പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 13 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാവുന്ന വണ്ടിയാണ്. 2000 കേരള രജിസ്ട്രേഷന് ഫാൻസി നമ്പർ എല്ലാം ചെയ്തിട്ടേക്കുന്നത്. അതെ. പിന്നെ ഉള്ളത് മറ്റേ സൈലോ അങ്ങനെയുള്ള വണ്ടികൾ. പിന്നെ വീഡിയോ കണ്ടുവരുന്നത് നമുക്കിതൊരു 13-10
ചെയ്ത് കൊടുക്കാം. അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അത്ര അത് വണ്ടി വേറെ ഒന്നും ചെയ്യാനില്ല, നമ്പർ അടക്കം എല്ലാം ആയി കിടക്കുന്നതാണ്. പിള്ളേർ സെറ്റൊക്കെ ഒരുപാട് പേര് നോക്കിയിരിക്കുന്നത്. ഇത് വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ വണ്ടി നിൽക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഓഫറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ ഓക്കെ ശരി.